ഇലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള യോഗമൊക്കെയാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുമെന്നറിയോ? സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇവർക്ക് ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്. ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്നല്ല, അതിൽ കൂടുതലുണ്ടോ എന്നറിയില്ല. എന്തായാലും 3 വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ടാവാം. അല്ലെങ്കിൽ സ്വന്തമായി ഞാൻ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവരുടെ ഭാഗത്ത് എത്ര MLA മാരെ കിട്ടാം എന്നുള്ള നിലയ്ക്ക് ഒരു യോഗം ചേർന്നാൽ എനിക്ക് എത്ര പേര് സപ്പോർട്ട് ചെയ്യും എന്നുള്ള നിലയിലേക്കെങ്കിലും ഈ MLA മാരെ സ്വാധീനം ചെലുത്താൻ വേണ്ടി അല്ലെങ്കിൽ MLA മാർക്ക് വേണ്ടി ഒരു കടിപിടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അത് മുന്നിൽ കണ്ടിട്ടാണ് VD സതീശൻ പറയുന്നത് 15-ാം തീയതിക്കുള്ളിൽ എന്താണ് ഘടകകക്ഷികളുടെ സീറ്റ് ധാരണയാവണം. 30-ാം തീയതിക്കുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥിയുടെയും തീരുമാനമായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം വേണ്ടി വരും ഇതൊന്ന് തീരുമാനമാക്കണമെങ്കിൽ. പിറ്റേ ദിവസം 30-ാം തീയതി തീർത്തിട്ട് 1-ാം തീയതി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് സതീശന് തന്നെ അറിയാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഈ തുടക്കം എന്നുള്ള നിലയിലേക്ക് വേണമെങ്കിൽ ഒരു നല്ല തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ ഒരു അസ്വാരസ്യം ഇല്ല, കാര്യങ്ങൾ കാര്യമായി പറയുന്നില്ല എന്നുള്ളതാണ്. ചില മണ്ഡലങ്ങളിൽ ഇപ്പം ഞാൻ വിചാരിക്കുന്ന പറഞ്ഞാൽ ചില മണ്ഡലങ്ങളിൽ വളരെ സെൻസിറ്റീവായ മണ്ഡലങ്ങളിൽ വളരെ സെൻസിറ്റീവായ മണ്ഡലങ്ങളിൽ 10,000, 1,000, 2,000 വോട്ടിന് ജയിച്ചു വന്ന കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ CPM തിരിച്ചു പിടിച്ച വാർഡുകൾ അവിടെയൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വളരെ കോൺഗ്രസ് കുത്തകളായ മണ്ഡലങ്ങളൊക്കെ CPM-ൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ അവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെങ്കിൽ 5 വർഷമായിട്ട് ഭരണം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് ചിലപ്പോൾ ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്യുന്നുണ്ടാവും. അവിടെയൊക്കെ ആര് ജയിക്കുമെന്ന് ഇപ്പോൾ ചില മണ്ഡലങ്ങളിൽ ആര് ജയിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്.